2024 നടന്ന വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ 1, കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. സെക്കൻഡ് ഓപ്ഷൻ, 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. തേർഡ് ഓപ്ഷൻ, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ്. 1, 2 ശരിയായതാണ്. ഓപ്ഷൻ 3 മാത്രമാണ് റോങ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക, കാർട്ടസ് എന്ന വ്യവസ്ഥ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശക്തികളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ കടൽ വ്യാപാരത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കുന്നതിനായി കൊണ്ടുവന്ന ഒരു പ്രത്യേക കടൽ പാസ് അല്ലെങ്കിൽ നാവിക ലൈസൻസ് ആണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരം പൂർണ്ണമായും പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലാക്കുക. പോർച്ചുഗീസുകാരുടെ അനുമതി പത്രമില്ലാതെ മറ്റ് കപ്പലുകൾക്ക് ഈ ഭാഗങ്ങളിൽ വ്യാപാരം നടത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. ഈ ലൈസൻസ് ഇല്ലാത്ത കപ്പലുകളെ പോർച്ചുഗീസ് നാവികസേന പിടിച്ചെടുക്കുകയും കപ്പലിലെ സാധനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യുമായിരുന്നു. കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. അതുപോലെ തന്നെ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ വ്യവസ്ഥയാണ് കാർട്ടസ്. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇത് കാലഗണന പ്രകാരം ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. അപ്പം കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബി ആണ്. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ചാന്നാർ ലഹള മാറുമറിക്കാൻ നടന്ന സമരമാണ്. 1822 തൊട്ട് 1859 വരെ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ചാന്നാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നടന്നതാണ് ചാന്നാർ ലഹള. ഇതിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ തൈക്കാടയ്യ. ചാന്നാർ ലഹള നടന്നിരിക്കുന്ന 1822 തൊട്ട് 59 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഇനി വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 തൊട്ട് 1925 നവംബർ 23 വരെ നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കാൻ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അവകാശം നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് നടന്നിട്ടുള്ളത്. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, കെ. കേളപ്പൻ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇനി അടുത്ത വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 നടന്നു. തിരുവിതാംകൂറിലെ എല്ലാ ഹിന്ദുക്കൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനും ആരാധന നടത്താനുമുള്ള അവകാശം നൽകുക എന്ന ഉദ്ദേശത്തോടെ നടന്നു. ഇതിന് നേതൃത്വം നൽകിയത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അന്നത്തെ ദിവാൻ സർ C.P. രാമസ്വാമി അയ്യർ. ഇതിലേക്ക് നയിച്ചത് ക്ഷേത്രപ്രവേശന സമരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 നടന്നത്. ഇനി അടുത്തത് വരുന്നത് പാലിയം സത്യാഗ്രഹം. 1947 ഡിസംബർ 4 തൊട്ട് 1948 മെയ് വരെ ഏകദേശം 100 ദിവസത്തോളം നടന്നു. കൊച്ചിയിലെ ചേന്ദമംഗലത്തുള്ള പാലിയം കൊട്ടാരത്തിന് മുന്നിലെ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവാദം വാങ്ങുക എന്ന ഉദ്ദേശത്തോടെ നടന്ന സമരമാണിത്. കൊച്ചിയിലെ ചേന്ദമംഗലത്തുള്ള പാലിയം കൊട്ടാരത്തിന് മുന്നിലെ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവാദം വാങ്ങുക എന്ന ഉദ്ദേശത്തോടെ നടന്ന സമരം. ഇത് നേതൃത്വം നൽകിയ സി. അച്യുതമേനോൻ, ഇ. ഗോപാലകൃഷ്ണ മേനോൻ, കെ.ടി. അച്യുതൻ. ഇതിലെ സമരത്തിനിടെ രക്തസാക്ഷിയായ ഒരാളും കൂടിയുണ്ട്, A.G. വേലായുധൻ. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം.
ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഇതിന് ഓപ്ഷൻസ് വരുന്നത് വാറൻ ഹോസ്റ്റിംഗ്, ക്യാനിംഗ് പ്രഭു, ഡൽഹൌസി പ്രഭു, വില്യം ബെന്റിക് പ്രഭു. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഡൽഹൌസി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് 1851 അവധ് രാജ്യത്തിന്റെ ഫലഭൂഷ്ടമായ മണ്ണും റവന്യൂ വരുമാനവും ബ്രിട്ടീഷുകാർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഈ പ്രസ്താവന നടത്തി കൃത്യം 5 വർഷങ്ങൾക്കു ശേഷം 1856 ഭരണപരാജയം എന്ന കാരണം പറഞ്ഞ് ഡൽഹൌസി അവധ് രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. പഴയ അവധ് രാജ്യം ഇന്ന് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഉത്തർപ്രദേശിന്റെ മധ്യ വടക്കു കിഴക്കൻ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. ലക്നൗ അവധ് രാജ്യത്തിന്റെ പ്രധാന തലസ്ഥാനമായിരുന്നു. ഇന്ന് ഇത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ്. അയോധ്യ, ഫൈസാബാദ് അവധ് രാജ്യത്തിന്റെ ആദ്യകാല തലസ്ഥാന നഗരങ്ങളിലായിരുന്നു ഇവ. കാൺപൂർ, റായ്ബറേലി, സുൽത്താൻപൂർ, ബാരാബങ്കി തുടങ്ങിയ ഇന്നത്തെ പല UP ജില്ലകളും അന്ന് അവധ് രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? ഓപ്ഷൻസ്: ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തെ കൂടാതെ ഈ വിഭാഗത്തിലുണ്ടായിരുന്ന മറ്റ് പ്രധാന നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ബദറുദ്ദീൻ ത്യാബ്ജി, WC ബാനർജി, INCയുടെ ആദ്യ പ്രസിഡന്റ്, അതുപോലെ തന്നെ ആനന്ദ് മോഹൻ ബോസ്. പ്രാർത്ഥനകൾ, നിവേദനങ്ങൾ, സമാധാനപരമായ പ്രതിഷേധങ്ങൾ എന്നിവയിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൽ മാറ്റങ്ങൾ വരുത്താമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് മിതവാദി നേതാവായ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇവർക്കെതിരെ ശക്തമായ സമരമുറകൾ വേണമെന്ന് വാദിച്ച തീവ്രവാദികൾ എന്ന വിഭാഗത്തിലെ ആൾക്കാരാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. ഓപ്ഷൻസ്: ഓപ്പറേഷൻ ഓവർലോഡ്, ഓപ്പറേഷൻ ടോർച്ച്, ഓപ്പറേഷൻ ബാർബറോസ, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്പറേഷൻ ബാർബറോസ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. 1941 ജൂൺ 22 ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം ജർമ്മൻ സൈന്യം സോവിയറ്റ് യൂണിയനിലേക്ക് ഈ അഗ്നിവേശം ആരംഭിച്ചത്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോമൻ ചക്രവർത്തിയായിരുന്ന ഫെഡറിക് ഒന്നാമന്റെ വിളിപ്പേരായ ബാർബറോസ എന്നതിൽ നിന്നാണ് ഹിറ്റ്ലർ ഈ പേര് സ്വീകരിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക അധിനിവേശങ്ങളിൽ ഒന്നായിരുന്നു ഇത്. തുടക്കത്തിൽ ജർമ്മനിക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞെങ്കിലും കടുത്ത റഷ്യൻ ശൈത്യവും സോവിയറ്റ് സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിയും കാരണം ഒടുവിൽ ജർമ്മനിക്ക് ഈ ദൗത്യത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഇനി ബാക്കി ഓപ്പറേഷൻസിനെ പറ്റി നോക്കാം. ഓപ്പറേഷൻ ഓവർലോഡ്. ജർമ്മനിയുടെ നിയന്ത്രണത്തിലായിരുന്ന പടിഞ്ഞാറൻ യൂറോപ്പിനെ, പ്രത്യേകിച്ച് ഫ്രാൻസിനെ സ്വതന്ത്രമാക്കാനുള്ള വൻ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ ഓവർലോഡ്. 1944 ജൂൺ 6 ഇത് നടന്നത്. ചരിത്രത്തിൽ D-Day എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഓവർലോഡാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കര, കടൽ, ആകാശ സംയുക്ത അധിനിവേശമായിരുന്നു ഇത്. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയായതോടെ ജർമ്മനിയുടെ പതനം തുടങ്ങി. ഇനി ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ. മുകളിൽ പറഞ്ഞ ഓപ്പറേഷൻ ഓവർലോഡിന്റെ ഭാഗമായി ഫ്രാൻസിലെ നിയർമാണ്ടി തീരത്തേക്ക് കപ്പലുകൾ വഴി സൈന്യത്തെയും യുദ്ധോപകരണങ്ങളെയും എത്തിക്കാനുള്ള ആദ്യഘട്ട നാവിക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ. ഇത് നടന്ന വർഷം 1944 ജൂൺ 6. ഓവർലോഡിന്റെ വിജയത്തിന് അടിത്തറയിട്ടത് ഈ നെപ്റ്റ്യൂൺ ദൗത്യമാണ്. കടൽ മാർഗമുള്ള ഈ സൈനിക മുന്നേറ്റം ജർമ്മൻ പ്രതിരോധത്തെ തകർക്കുന്നതിൽ നിർണായകമായി. വടക്കേ ആഫ്രിക്കയിൽ ഫ്രഞ്ച്, മൊറോക്കോ, അൾജീരിയ ഇവിടെ നിലയുറപ്പിച്ച ജർമ്മൻ, ഇറ്റാലിയൻ സൈന്യത്തെ ഒതുക്കി ആ പ്രദേശം സഖ്യകക്ഷികളുടെ നിയന്ത്രണത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെ നടന്ന ഓപ്പറേഷൻ. ഇത് നടന്ന വർഷം 1942 നവംബർ 8. അതുപോലെ തന്നെ 1942 നവംബർ 8 മുതൽ നവംബർ 16 വരെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നടത്തിയ ആദ്യ വലിയ സൈനിക നീക്കമായിരുന്നു ഇത്. ഇതിന്റെ വിജയത്തോടെ മെഡിറ്ററേനിയൻ കടലിന്റെ നിയന്ത്രണം സഖ്യകക്ഷികൾക്ക് ലഭിക്കുകയും ഇറ്റലിക്ക് നേരെ ആക്രമണം നടത്താൻ വഴി തുറക്കുകയും ചെയ്തു.
ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. വടക്കേ ആഫ്രിക്ക പിടിക്കാൻ ടോർച്ചും ഫ്രാൻസ് തീരത്തേക്ക് കടൽ വഴി സൈന്യത്തെ ഇറക്കാൻ നെപ്റ്റ്യൂണും ഫ്രാൻസിനെ ജർമ്മനിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാൻ ഓവർലോഡും സഖ്യകക്ഷികൾ ഉപയോഗിച്ചു. ആറാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഓപ്ഷൻസ്: മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കൊൽക്കത്തയാണ്. 2023 കൊൽക്കത്ത ആണ് ഒന്നാമത് എത്തിയിട്ടുള്ളത്. തുടർച്ചയായ 4-ാം വർഷമാണ് കൊൽക്കത്ത ഈ നേട്ടം കൈവരിക്കുന്നത്. ഹൈദരാബാദ് 2-ാം സ്ഥാനത്തും പൂനെ 3-ാം സ്ഥാനത്തുമാണ്. നിലവിലെ കണക്കനുസരിച്ചും 2026-ലും കൊൽക്കത്ത തന്നെയാണ്. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. ഓപ്ഷൻ എ ഏറ്റവും കൂടുതൽ, ബി 1, സി 0, ഡി കുറവ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 0 ആണ്. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0 ആണ്. അതായത് ഭൂമധ്യരേഖയിൽ ഈ ബലം ഏറ്റവും കുറവാണ്. ധ്രുവങ്ങളിലേക്ക് പോകുന്നതും ഈ ബലം കൂടി വരികയും ധ്രുവങ്ങളിൽ ഇത് ഏറ്റവും കൂടുതലായിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താണ് കോറിയോലിസ് ബലം എന്ന് നോക്കാം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് കൊണ്ട് ഭൂമിക്ക് മുകളിലുള്ള വായുപ്രവാഹം, കടലൊഴുക്കുകൾ തുടങ്ങിയ ചലിക്കുന്ന വസ്തുക്കൾക്കുണ്ടാവുന്ന ദിശാവ്യതിയാനത്തിന് കാരണമാകുന്ന അദൃശ്യമായ ഒരു ബലമാണിത്. 1835-ൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഗസ്റ്റാഫ് ഗാസ്പാർഡ് കോറിയോലിസ് ആണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഇത് അറിയപ്പെടുന്നത്, കോറിയോലിസ് ബലം എന്ന്. ഭൂമിയുടെ കറക്കം കാരണം ചലിക്കുന്ന വസ്തുക്കൾ നേർരേഖയിൽ സഞ്ചരിക്കാതെ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വായുപ്രവാഹം മറ്റും സഞ്ചരിക്കുന്ന ദിശയുടെ വലത്തോട്ടും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്ന ദിശയുടെ ഇടത്തോട്ടും തിരിയുന്നു. കോറിയോലിസ് ബലം പ്രധാനമായും സ്വാധീനം ചെലുത്തുന്നത് കാറ്റുകളുടെ ദിശ, ചുഴലിക്കാറ്റുകൾ എന്നിവയാണ്. ആഗോള കാറ്റുകളുടെയും മൺസൂൺ കാറ്റുകളുടെയും ദിശ നിശ്ചയിക്കുന്നത് ഈ ബലമാണ്. ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നതിൽ കോറിയോലിസ് ബലം വലിയ പങ്ക് വഹിക്കുന്നു. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0 ആയതുകൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് സമീപം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാറില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസ്ക്രീനോട് ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻസ്: IRS-1A, ഓപ്ഷൻ ബി GSAT, ഓപ്ഷൻ സി NVO-01, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ IRS-1A ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സൺസ്ക്രീനയുടെ ഉപഗ്രഹമാണ് ഇത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നിർമ്മിച്ച ഈ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം 1988 മാർച്ച് 17-നാണ് വിക്ഷേപിച്ചത്. 1988 മാർച്ച് 17-നാണ് വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ, ഭാരതപ്പുഴ. വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഭാരതപ്പുഴ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്ക് സമീപം അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തെ നീളം കൂടിയ 2ാമത്തെ നദി എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. പമ്പ നദി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരളത്തിലെ നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ നദി. 2ാമത്തേത് ഭാരതപ്പുഴയും 3ാമത്തേത് പമ്പ നദിയുമാണ്. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിലാണ് ഇത് പതിക്കുന്നത്. ബാക്കി 3 നദികളും വേമ്പനാട്ട് കായലിൽ പതിക്കുന്നവയാണ്: പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ. ഈ 3 നദീനെ കൂടാതെ ഒരു 3 നദികൾ കൂടി വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്: പെരിയാർ, പമ്പ നദി, മൂവാറ്റുപുഴയാർ. പെരിയാർ, പമ്പ നദി, മൂവാറ്റുപുഴയാർ. മീനച്ചിലാർ, മണിമലയാർ ഇതൊക്കെ പതിക്കുന്നത് പമ്പ നദിയിൽ, വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ ഇക്കൂട്ടത്തിൽ ഒന്ന് ഓർത്തു വയ്ക്കുക, കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടിന്റെ രൂപീകരണത്തിന് പ്രധാന കാരണം
പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ നദികൾ വേമ്പനാട്ടുകായലിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരുന്ന ഫലപുഷ്ടമായ എക്കൽ മണ്ണാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിനു കാരണമാകുന്ന പ്രധാന ബലം ഏത്? ഓപ്ഷൻ എ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം, ഓപ്ഷൻ ബി വേലിയേറ്റം, ഓപ്ഷൻ സി സൗരക്കാറ്റ്, ഓപ്ഷൻ ഡി കാന്തിക ബലം. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ഓപ്ഷൻ എ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ഭൂമിയുടെ ഉള്ളിലെ മാന്റിലിൽ ഉണ്ടാകുന്ന അതിശക്തമായ താപവ്യതിയാനം കാരണം ഉരുകിയ പാറകൾ മാഗ്മ മുകളിലേക്കും താഴേക്കും നിരന്തരമായി ചലിക്കുന്നു. ഈ ചലനമാണ് അതിന് മുകളിലുള്ള ഫലകങ്ങളെ സാവധാനം ചലിപ്പിക്കുന്നത്. ഒന്നുകൂടി നോക്കുക. ഭൂമിയുടെ ഉള്ളിലെ മാന്റിലിൽ ഉണ്ടാകുന്ന അതിശക്തമായ താപവ്യതിയാനം കാരണം ഉരുകിയ പാറകൾ മുകളിലേക്കും താഴേക്കും നിരന്തരമായി ചലിക്കുന്നു. ഈ ചലനമാണ് അതിനു മുകളിലുള്ള ഫലകങ്ങളെ സാവധാനം ചലിപ്പിക്കുന്നത്. വേലിയേറ്റ ബലം ഇത് സമുദ്രത്തിന്റെ ഉയർച്ച താഴ്ചകളെയാണ് ബാധിക്കുന്നത്. സൗരക്കാറ്റ് സൂര്യനിൽ നിന്നുള്ള പ്ലാസ്മ പ്രവാഹമാണിത്. ഇത് ഭൂമിയുടെ കാന്തിക വലയത്തെയാണ് ബാധിക്കുന്നത്. കാന്തിക ബലം മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇത് ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിനു കാരണമാകുന്നത് ഏത്? ഓപ്ഷൻ എ ITCZ, ഓപ്ഷൻ ബി എൽനിനോ, ഓപ്ഷൻ സി ലാനിനോ, ഓപ്ഷൻ ഡി കോറിയോലിസ് ബലം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിനു കാരണമാവുന്നത് എൽനിനോ എന്ന പ്രതിഭാസമാണ്. പസഫിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തും കിഴക്കൻ ഭാഗത്തുമുള്ള ഉപരിതല ജലം സാധാരണയിൽ കൂടുതൽ ചൂടാകുന്ന പ്രതിഭാസമാണിത്. ഇത് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇനി ലാനിന എൽനിനോയ്ക്ക് നേരെ വിപരീതമായ പ്രതിഭാസമാണിത്. ഇതിൽ പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയിൽ കൂടുതൽ തണുക്കുകയാണ് ചെയ്യുന്നത്. ലാനിനോ എന്ന് പറഞ്ഞിട്ടുണ്ട് എൽനിനോയ്ക്ക് നേരെ വിപരീതമായ പ്രതിഭാസമാണ്. ഇതിൽ പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയിലും കൂടുതൽ തണുക്കുകയാണ് ചെയ്യുന്നത്. ITCZ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇത് ഭൂമധ്യരേഖയ്ക്ക് സമീപം വടക്കുനിന്നും തെക്കും നിന്നുമുള്ള കാറ്റുകൾ വന്നു ചേരുന്ന ഒരു കുറഞ്ഞ മർദ്ദ മേഖലയാണ്. കോറിയോലിസ് ബലം ഭൂമിയുടെ കറക്കം കാരണം കാറ്റുകളുടെയും ജലത്തിന്റെയും സഞ്ചാര ദിശയിൽ ഉണ്ടാകുന്ന വ്യതിയാനം. 12ാമത്തെ ക്വസ്റ്റ്യൻ. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് എ ആന്ധ്രാപ്രദേശ്, ബി ഗുജറാത്ത്, സി തമിഴ്നാട്, ഡി കേരളം. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പഴയ കണക്കുകൾ പ്രകാരം തമിഴ്നാടായിരുന്നു. ഈ ക്വസ്റ്റ്യന് 2024 അപ്പൊ ഇതിൻ്റെ അത് പറയുന്നത് തമിഴ്നാടാണ് ഓപ്ഷൻ. പക്ഷെങ്കിൽ ഇപ്പൊ അത് ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും ഗുജറാത്തിലാണ്. 2ാം സ്ഥാനം തമിഴ്നാട്. കന്യാകുമാരിയിലെ മുപ്പന്തൽ കാറ്റാടി നിലയം തമിഴ്നാട്ടിലാണ് വരുന്നത്. അതൊരു പ്രശസ്തമായ കാറ്റാടി നിലയമാണ്. അപ്പം 2024 എക്സാം നടക്കുന്ന ടൈമില് തമിഴ്നാടായിരുന്നു ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഗുജറാത്താണ്. ആഗോളതലത്തിൽ കാറ്റിൽ നിന്നുള്ള ഊർജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ 4ാം സ്ഥാനത്താണ്. ചൈന, അമേരിക്ക, ജർമ്മനി എന്നിവയാണ് ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻസ് PM കുസും യോജന, PM സൗഭാഗ്യ യോജന, PM ഉജ്ജ്വല യോജന, PM ആശാ യോജന. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് PM ആശാ യോജനയാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി PM ആശാ യോജന. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകർക്ക് അവരുടെ വിളകൾക്ക്, പ്രത്യേകിച്ച് എണ്ണക്കുരുക്കൾ, പയറുവർഗ്ഗങ്ങൾ, കൊപ്ര എന്നിവയ്ക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് തറവിലയുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ്, അവ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിപണിയിലെ വില തറവിലയേക്കാൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കുസും യോജന. കർഷകർക്ക് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വാട്ടർ പമ്പുകളും മറ്റ് സോളാർ പവർ പ്ലാന്റുകളും സ്ഥാപിക്കാൻ സബ്സിഡി നൽകുക എന്ന ഉദ്ദേശത്തോടെ വന്ന പദ്ധതിയാണിത്. കാർഷിക മേഖലയിൽ ഡീസൽ പമ്പുകൾക്ക് പകരമായി സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ കർഷകരുടെ കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും ഇത് സഹായിക്കുന്നു. PM സൗഭാഗ്യ യോജന.
രാജ്യത്തെ എല്ലാ ഗ്രാമീണ നഗര കുടുംബങ്ങളിലും പ്രത്യേകിച്ച് വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ സൗജന്യമായോ വളരെ കുറഞ്ഞ ചിലവിലോ വൈദ്യുതി കണക്ഷൻ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ വന്ന പദ്ധതി. മണ്ണെണ്ണ വിളക്കുകൾക്ക് പകരമായി എല്ലാ വീടുകളിലും LED ബൾബുകളും വൈദ്യുതിയും നൽകി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇതിലൂടെ സഹായിച്ചു. PM ഉജ്ജ്വല യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യമായ LPG പാചകവാതക കണക്ഷൻ നൽകുക. വിറകടുപ്പിൽ നിന്നുള്ള പുക ശ്വസിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഈ പദ്ധതി വലിയ പങ്കുവഹിച്ചു. PM ആശ യോജന കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ തറവില ഉറപ്പാക്കുന്നു. PM കുസും യോജന കൃഷിക്കായി കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകുക. PM സൗഭാഗ്യ രാജ്യത്തെ എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ എത്തിക്കുക. PM ഉജ്ജ്വല യോജന BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതകം നൽകുക. ഇതിന്റെ കൂടെ തന്നെ രണ്ട് പദ്ധതിയും കൂടി ആലോചിച്ച് നോക്കുക. PM കിസാൻ രാജ്യത്തെ കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം എത്തിക്കുക. അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് നൽകുന്നു. 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളാണ് ഈ തുക വർഷത്തിൽ ലഭിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് വരുന്നത് ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. അർഹരായ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ആശുപത്രി ചിലവുകൾ സൗജന്യമായി ലഭിക്കുന്നു. ഇപ്പൊ രണ്ടെണ്ണം കൂടി ഓർത്തിരിക്കുക. PM കിസാന് കർഷകർക്ക് വർഷത്തിൽ 6000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ചികിത്സാ ഇൻഷുറൻസ് നൽകുന്നു. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1, ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. 2, പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. 3, സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ 3 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഹരിത വിപ്ലവത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. ഇത് ഭാവിയിലെ ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനായി വലിയ രീതിയിൽ ബഫർ സ്റ്റോക്ക് ഭക്ഷ്യശേഖരം സൂക്ഷിക്കാൻ ഗവൺമെന്റിനെ സഹായിച്ചു. വിപണിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത കൂടിയതോടെ അവയുടെ വില കുറയുകയും ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിൽ ഗുണകരമാവുകയും ചെയ്തിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായുള്ള ഉയർന്ന വിളവ് തരുന്ന വിത്തുകളും HYV സീഡ്, രാസവളങ്ങളും കീടനാശിനികളും വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ള സമ്പന്ന കർഷകർക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഇത് സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള സാമ്പത്തിക അകലം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. പിന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഈ വർഷത്തെ 2026 WCPO ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹരിത വിപ്ലവം തുടങ്ങിയ വർഷം എവിടം വരെയാണെന്ന്. 1960 മധ്യത്തിൽ തുടങ്ങിയിട്ട് 1970 വരെയാണ് ഹരിത വിപ്ലവം നീണ്ടുനിന്നത്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യധാന്യങ്ങളുടെ പ്രത്യേകിച്ച് ഗോതമ്പ്, നെല്ല് ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഇതിന്റെ പിതാവ് എന്ന് പറയുന്ന ആഗോളതലത്തിലാണെങ്കിൽ നോർമൻ ബോർലോഗും ഇന്ത്യയിലാണെങ്കിൽ MS സ്വാമിനാഥനുമാണ്. 1960കളുടെ മധ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 1970 വരെ ഉണ്ടായിരുന്നു. പ്രധാന ഘടകങ്ങൾ മെക്സിക്കൻ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ HYV സീഡ്, അതുപോലെ തന്നെ ആധുനിക ജലസേചന രീതികൾ, രാസവളങ്ങൾ, ട്രാക്ടർ പോലുള്ള യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിജയം കണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കാനുള്ള 2-3 റവല്യൂഷനും കൂടി പറയാം. ശ്വേത വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ. പ്രധാന ലക്ഷ്യം പാൽ, ഡയറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുക. ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇദ്ദേഹം മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇതിന്റെ കാലഘട്ടം വരുന്നത് 1970 ജനുവരി 13-നാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB വഴി ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ ആരംഭിച്ചു. ഗുജറാത്തിലെ ആനന്ദ് മാതൃകയിലുള്ള കർഷക സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് നേരിട്ട് ലാഭം ലഭ്യമാക്കി. ഇതിൽ പിന്നീട് ലോകപ്രസിദ്ധമായ ബ്രാൻഡായ അമൂൽ ആയി മാറി. പാൽക്ഷാമം നേരിടുന്ന ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റി.
ഇനി അടുത്ത വരുന്നതാണ് നീല വിപ്ലവം, ബ്ലൂ റവല്യൂഷൻ. പ്രധാന ലക്ഷ്യം മത്സ്യബന്ധനവും ആക്വാകൾച്ചറും. മെച്ചപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ ഹീരാലാൽ ചൗധരിയും ഡോക്ടർ അരുൺ കൃഷ്ണനും ആണ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ് ഇത് സജീവമായത്, 1985 തൊട്ട് 1990 വരെ. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കൃത്രിമ പ്രജനനം, ആധുനിക ബോട്ടുകൾ, ശാസ്ത്രീയമായ ഉൾനാടൻ മത്സ്യകൃഷി രീതികൾ എന്നിവ നടപ്പിലാക്കി. മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിക്കുകയും സമുദ്രോൽപാദന കയറ്റുമതിയിൽ ഇന്ത്യ ലോകത്തിൽ മുൻപന്തിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ്, നെല്ല്, MS സ്വാമിനാഥൻ. ശ്വേത വിപ്ലവം പാൽ, ഡയറി, ഡോക്ടർ വർഗീസ് കുര്യൻ. നീല വിപ്ലവം മത്സ്യം, ആക്വാകൾച്ചർ, ഡോക്ടർ ഹീരാലാൽ ചൗധരി. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർത്തിരിക്കേണ്ട 2 വിപ്ലവങ്ങൾ കൂടിയുണ്ട്. മഞ്ഞ വിപ്ലവം. എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് കടുക്, സൂര്യകാന്തി, നിലക്കടല, സോയാബീൻ എന്നിവ. ഇതായിരുന്നു മഞ്ഞ വിപ്ലവത്തിന്റെ പ്രധാന മേഖല. ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത് സാം പിത്രോദയാണ്. 1986-87 കാലഘട്ടത്തിലാണ് ഇത് ഇന്ത്യയിൽ ആരംഭിച്ചത്. പാചക എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പുതിയ സാങ്കേതിക വിദ്യകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും ഉപയോഗിച്ചതിലൂടെ ഇന്ത്യയിൽ എണ്ണക്കുരു ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. ഇനി അടുത്ത് വരുന്നത് വെള്ളി വിപ്ലവം, സിൽവർ റെവല്യൂഷൻ. മുട്ട, കോഴി, ഇറച്ചി എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ വിപ്ലവത്തിന്റെ മുഖ്യ സൂത്രധാരയെ അറിയപ്പെടുന്നത്. 1970-80 കാലഘട്ടങ്ങളിലാണ് ഇത് ഇന്ത്യയിൽ സജീവമായത്. മെഡിക്കൽ രംഗത്തെ ശാസ്ത്രീയമായ കോഴി വളർത്തൽ രീതികൾ, മെച്ചപ്പെട്ട കോഴിത്തീറ്റകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ വഴി രാജ്യത്തെ മുട്ട ഉൽപാദനം വലിയ രീതിയിൽ ഉയർത്താൻ ഈ വിപ്ലവത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പം 2 കൂടിയുണ്ട്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കള്, പാചക എണ്ണ, സാം പിത്രോദ. വെള്ളി വിപ്ലവം മുട്ട, കോഴി വളർത്തൽ, ഇന്ദിരാഗാന്ധി. ഇത് കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 2. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി 1951-56 മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി 1974-78 വരെയുള്ള കാലഘട്ടത്തിൽ പൊതുമേഖലയ്ക്കുള്ള പബ്ലിക് സെക്ടറിനുള്ള ആകെ സാമ്പത്തിക വിഹിതം ഓരോ പദ്ധതിയിലും വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. എന്നാൽ ആകെ തുക കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മൊത്തം വിഹിതത്തിന്റെ ശതമാനം കണക്കാക്കുമ്പോൾ 4ാം പദ്ധതി മുതലുള്ള ചില ഘട്ടങ്ങളിൽ പൊതുമേഖലയ്ക്ക് അനുവദിച്ച വിഹിതത്തിന്റെ തോത് മുൻപത്തെ പദ്ധതികളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിൽ ആകെ 12 പഞ്ചവത്സര പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. 1951 ആരംഭിച്ച ഈ പദ്ധതികൾ 2017 അവസാനിക്കുകയും അതിനു പകരം നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. 1ാം പഞ്ചവത്സര പദ്ധതി 1951 തൊട്ട് 56 വരെ ഹാരോ ഡോമർ മാതൃകയായിരുന്നു. കാർഷിക മേഖലയുടെ വികസനം, ജലസേചനം, വിലക്കയറ്റം നിയന്ത്രിക്കല്. 2ാം പഞ്ചവത്സര പദ്ധതി 1986 തൊട്ട് 61 വരെ മഹലനോബിസ് മാതൃക, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണവും വൻകിട വ്യവസായങ്ങളുടെ ഉദാഹരണത്തിന് ഭിലായ്, റൂർക്കല, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ വികസനവും. 3ാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ ഗാഡ്ഗിൽ യോജന, സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക, കൃഷിക്കും വ്യവസായത്തിനും ഒരുപോലെ മുൻഗണന നൽകുക. ഇന്ത്യൻ സേന യുദ്ധം കാരണം ഈ പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 4ാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ അശോക് മേത്ത, NS പരഞ്ജയ് എന്നിവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള തുല്യതയോടുള്ള വളർച്ചാ മാതൃകയാണ് ഇത്. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വയം പര്യാപ്തതയും ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചിട്ടുണ്ട്. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 78 വരെ DP ധർമ്മ മാതൃകയാണ്. ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നായിരുന്നു. 6ാം
പദ്ധതി 1980 മുതൽ 85 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും മുൻഗണന നൽകി. 7-ാം പദ്ധതി 1985 മുതൽ 1990 വരെ മില്ലർ മാതൃക ഭക്ഷ്യോൽപാദനം കൂട്ടുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 8-ാം പദ്ധതി 1992 മുതൽ 1997 റാവു മൻമോഹൻ മാതൃക LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നയങ്ങൾ നടപ്പിലാക്കി. മനുഷ്യ വിഭവശേഷി വികസനം. 9-ാം പദ്ധതി 1997 മുതൽ 2002 വരെ സാമൂഹ്യനീതിക്കും സമത്വത്തോടു കൂടിയ വളർച്ചയ്ക്കും പ്രാധാന്യം. 10-ാം പദ്ധതി 2002 തൊട്ട് 2007 വരെ അടുത്ത 10 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിച്ച വരുമാനം ഇരട്ടിയാക്കുക. 11-ാം പദ്ധതി 2007 മുതൽ 2012 വരെ വേഗതയേറിയതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. 12-ാം പദ്ധതി 2012 മുതൽ 2017 വരെ സുസ്ഥിരവും വേഗതയേറിയതുമായ വികസനം, ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ്: A പാലക്കാട്, B ഇടുക്കി, C കണ്ണൂർ, D വയനാട്. 2018 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന 112 ജില്ലകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ലക്ഷ്യമിട്ട് നീതി ആയോഗ് നടപ്പിലാക്കിയ ഈ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് വയനാട് മാത്രമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ സൂചികകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആസ്പിറേഷണൽ ജില്ലകളുടെ ഡെൽറ്റ റാങ്കിങ്ങിൽ മുൻപന്തിയിലെത്താൻ വയനാട് ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നാക്ക ജില്ലകളെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയുമാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം. ഒന്നുകൂടി ആലോചിക്കുക. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം കേരളത്തിലെ ഏത് ജില്ലയാണ് ഉൾപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. വയനാട് ജില്ലയാണ് ഉൾപ്പെട്ടത്. ഇനി കുറച്ച് കാര്യങ്ങൾ നീതി ആയോഗിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വികസന നയങ്ങൾ രൂപീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച പ്രധാന ചിന്താ സമിതിയാണ് നീതി ആയോഗ്. 65 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന പഴയ ആസൂത്രണ കമ്മീഷന് പകരമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നീതി ആയോഗ് രൂപീകരിച്ചത്. ഇത് നിലവിൽ വന്ന 2015 ജനുവരി 1-നാണ്. ആസ്ഥാനം ന്യൂഡൽഹി. രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ എന്ന് വരുന്നത്. നിലവിൽ നരേന്ദ്രമോദി. ഉപാധ്യക്ഷൻ, വൈസ് ചെയർമാന് പ്രധാനമന്ത്രിയാണ് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. പഴയ ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് എന്ന രീതിയിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതായത് കേന്ദ്രം തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുക. എന്നാൽ നീതി ആയോഗ് താഴെ നിന്ന് മുകളിലേക്ക്, ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വികസന കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സഹകരണ ഫെഡറലിസമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നീതി ആയോഗിന്റെ നിലവിലത്തെ ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര സർക്കാരിന്റെ മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. CEO വരുന്നത് നിധി സിബറാണ്. 1994 ബാച്ച് ഛത്തീസ്ഗഡ് കേഡർ IAS ഉദ്യോഗസ്ഥനായ നിധി സിബറാണ് നിലവിൽ നീതി ആയോഗിന്റെ CEO ആയി സേവനമനുഷ്ഠിക്കുന്നത്. DVR സുബ്രഹ്മണ്യത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ഇവർ ഈ പദവിയിലെത്തിയത്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ, ചെയർപേഴ്സൺ എപ്പോഴും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17-ാമത്തെ. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചേക്കുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 1991 പുതിയ സാമ്പത്തിക നയം അല്ലെങ്കിൽ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പരിഷ്കാരങ്ങളുടെ ഭാഗമായി വ്യവസായ മേഖലയിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങളാണ് ഇവ 3. വിദേശത്തു നിന്നുള്ള ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള അനാവശ്യമായ ഉയർന്ന നികുതി നിരക്കുകളും എടുത്തുകളഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേലുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റ് വിദേശ വ്യാപാര നികുതികളും വലിയ തോതിൽ കുറച്ചു. വിദേശ വ്യാപാരം എളുപ്പമാക്കുന്നതിനായി ക്വാട്ട സമ്പ്രദായവും ലൈസൻസിംഗ് നടപടികളും പൂർണ്ണമായും ഒഴിവാക്കി.
ഈ സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവുവും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ഒഴിവാക്കുക. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ 1, 2 ശരിയാണ്. തെറ്റായിട്ടുള്ളത് കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ് എന്നതാണ്. ഇരുമ്പുരുക്ക് വ്യവസായങ്ങളിൽ ഇരുമ്പ് അരി ഉരുക്കുന്നതിനും വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന താപവൈദ്യുത നിലയങ്ങളിലും തെർമൽ പവർ പ്ലാന്റ് കൽക്കരി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമായി വലിയ അളവിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ട്രെയിനുകൾ ഓടിക്കാൻ കൽക്കരി വൻതോതിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ റെയിൽവേ പൂർണ്ണമായും വൈദ്യുതീകരണത്തിലേക്കും ഡീസൽ എഞ്ചിനിലേക്കും മാറിയതോടെ റെയിൽവേയിലെ കൽക്കരിയുടെ ഉപയോഗം വളരെ കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യകതയും വിതരണവും തമ്മിൽ വലിയ കുറവില്ല. ഇന്ത്യയിൽ ഇപ്പോഴും ഊർജോൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കൽക്കരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ശേഖരമുള്ളതും ഉൽപ്പാദിപ്പിക്കുന്നതുമായ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇവിടുത്തെ ജരിയ, ബൊക്കാറോ എന്നിവ പ്രധാന കൽക്കരി ഖനികളാണ്. ഒഡീഷ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. തൽസർ ഖനി പ്രശസ്തമാണ്. ഛത്തീസ്ഗഡ് 3ാം സ്ഥാനത്തുള്ള പ്രധാന ഉൽപാദന മേഖലയാണ്. ലോകത്തിൽ ചൈനയാണ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് വരുന്നത്. ഇന്ത്യ 2ാം സ്ഥാനത്തും അമേരിക്ക 3ാം സ്ഥാനത്തുമാണ്. ലോകത്തിൽ ചൈന, ഇന്ത്യ, അമേരിക്ക എന്നിവ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കൽക്കരിയുടെ പ്രധാന ഇനങ്ങൾ എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ്, ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള കൽക്കരി. ഇതിൻ്റെ അകത്ത് കാർബണിന്റെ അളവ് 80% to 95% വരെയാണ്. ഇത് കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകില്ല. ചാരം വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ചൂട് തരികയും ചെയ്യുന്നത് വളരെ കട്ടിയുള്ളതാണ്. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ അളവിൽ ജമ്മു കാശ്മീർ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ആന്ത്രസൈറ്റ് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള കൽക്കരി. ബിറ്റുമിനസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന കൽക്കരി. ഇതിൽ 60% to 80% വരെ കാർബൺ അടങ്ങിയിട്ടുണ്ട്. കറുത്ത നിറമുള്ള ഈ കൽക്കരി താപവൈദ്യുത നിലയങ്ങളിലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളിലും വൻതോതിൽ ഉപയോഗിക്കുന്നു. ഇനി ലിഗ്നൈറ്റ് തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നു. ഇത് ബ്രൗൺ കോൾ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ 40% മുതൽ 55% വരെ മാത്രമാണ് കാർബണിന്റെ അളവ്. ഗുണനിലവാരം കുറഞ്ഞ ഒരു ഇനമാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈർപ്പത്തിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് കത്തുമ്പോൾ പുക കൂടുതലായിരിക്കും. തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് ലോക പ്രശസ്തമാണ്. പീറ്റ് ഇത് ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ ഒരു ഇനമാണ് കൽക്കരിയിലെ പീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 40% താഴെ മാത്രമാണ് കാർബൺ ഉള്ളത്. ഇത് കത്തുമ്പോൾ വൻതോതിൽ പുകയുണ്ടാവുന്നു. ചതുപ്പ് നിലങ്ങളിലാണ് സാധാരണയായിട്ട് പീറ്റ് കാണപ്പെടുന്നത്. ആന്ത്രസൈറ്റ് ഏറ്റവും മികച്ചത് 80% to 95% കാർബൺ. ബിറ്റുമിനസ് ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു കൽക്കരിയാണ്. 60% to 80%. ലിഗ്നൈറ്റ് ബ്രൗൺ കോൾ എന്ന് വിളിക്കുന്ന ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞത് 40% to 55%. പീറ്റ് ഇതിൽ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി. 40%-ന് താഴോട്ടാണ് കാർബണിന്റെ അളവ് എന്ന് പറയുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? 1. ആദ്യത്തെ ലിഖിത ഭരണഘടന. 2. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. 3. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന സവിശേഷതയിൽ പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇതിൽ ശരിയായ ഒരേ ഒരു പ്രസ്താവന മാത്രമാണുള്ളൂ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. 1, 3, 4. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്ത ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതല്ല, അമേരിക്കയുടേതാണ്.
അതുപോലെ തന്നെ ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷമല്ല 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ആകെ നിലവിലുള്ളത് 8 പട്ടികകളല്ല 12 പട്ടികകളിൽ ഇപ്പം ആകെ നിലവിലുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇത് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷത ആണ്? ഓപ്ഷൻസ് വന്നിട്ടുള്ളത് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നീതിന്യായ സംവിധാനം, ആമുഖം. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണ് ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നത്. ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിലേക്ക് സ്ഥിതി സമത്വ, മതനിരപേക്ഷ, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇനി മൗലികാവകാശങ്ങൾ. ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാം. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്ന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഭാഗം 3 വകുപ്പ് 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ വരുന്നത്. ഇതിനെ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. മൗലികാവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. നിലവിലെ 6 മൗലിക അവകാശങ്ങളുണ്ട്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് 7 എണ്ണം ഉണ്ടായിരുന്നു. 1978-ലെ 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്നത് മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിയമപരമായ അവകാശമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി സ്ഥിതി സമത്വത്തിനുള്ള അവകാശം വകുപ്പ് 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വകുപ്പ് 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം വകുപ്പ് 23 മുതൽ 24 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വകുപ്പ് 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വകുപ്പ് 29 മുതൽ 30 വരെ, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം 32. ഇതിനെ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അടുത്ത നിർദ്ദേശക തത്വങ്ങൾ. 30 പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് പറയുന്നത്. ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനായി ഗവൺമെന്റുകൾ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ പിന്തുടരേണ്ട മാർഗരേഖകളാണ് നിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. 4ാം ഭാഗത്തിൽ വകുപ്പ് 36 മുതൽ 51 വരെയാണ് വരുന്നത്. ഇവ നടപ്പിലാക്കാൻ കോടതി വഴി സർക്കാരിനെ നിർബന്ധിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. സോഷ്യലിസ്റ്റ് തത്വങ്ങള്, ഗാന്ധിയൻ തത്വങ്ങള്, അതുപോലെ തന്നെ ലിബറൽ ഭൗതിക തത്വങ്ങള്. ഇനി 3ാമത്തെ നീതിന്യായ സംവിധാനം. ഭരണഘടനയുടെ കാവൽക്കാരനായി പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ ഒരു സംവിധാനമാണ്. ഇന്ത്യക്ക് ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണുള്ളത്. ഇതിന്റെ ഘടന വരുന്നത് പിരമിഡ് മാതൃകയിലാണ്. സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതി ന്യൂഡൽഹിയിലാണുള്ളത്. വകുപ്പ് 124 പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. ഹൈക്കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോടതികളുണ്ട്. കേരള ഹൈക്കോടതി കൊച്ചിയിലാണ്. സബോർഡിനേറ്റ് കോടതികള് ജില്ലാ കോടതികളും ലോവർ കോടതികളും. അതുതന്നെ ഇതിന്റെ പ്രധാന അധികാരങ്ങളാണ് റിട്ടുകൾ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിക്കും വകുപ്പ് 32 പ്രകാരം, ഹൈക്കോടതികൾക്കും വകുപ്പ് 226 പ്രകാരം 5 തരം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഹോബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോറാറി ഇങ്ങനെ 5 റിട്ടുകള് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ റദ്ദാക്കാൻ സുപ്രീം കോടതിക്കുള്ള അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ. ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലികാവകാശം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
ബാലവേല നിരോധനം വകുപ്പ് 24 സ്വത്തവകാശം 300A, അവസര സമത്വം 21A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസ മൗലികാവകാശം 21A. ഒന്നുകൂടി ഓർത്തിരിക്കുക, ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം വകുപ്പ് 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസ മൗലികാവകാശം വകുപ്പ് 21A. ബാലവേല നിരോധനം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറിയിലോ ഖനികളിലോ മറ്റ് അപകടകരമായ ജോലികളിലോ ഏർപ്പെടുന്നത് പൂർണ്ണമായി നിരോധിക്കുന്നതാണ്. ആദ്യകാലത്ത് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ 1978 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഇതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലും പൊതുമേഖലാ ജോലികളിലും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവസരം ഉറപ്പു നൽകുന്നു എന്നതാണ് അവസര സമത്വം. ഇത് വകുപ്പ് 16. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വകുപ്പാണ് വകുപ്പ് 21, വിദ്യാഭ്യാസ അവകാശം. ഇത് 2002 86-ാമത്തെ ഭേദഗതിയിലൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, ബി മൗലിക കടമകൾ വകുപ്പ് 51, സി ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, ഡി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകൾ വകുപ്പ് 51-ലല്ല വരുന്നത്, 51A-യിലാണ് വരുന്നത്. 51 എന്ന് പറയുന്നത് സംസ്ഥാന രൂപീകരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്ന ഒന്നാണ്. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. വകുപ്പ് 51A ആണ് മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 51A-യിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 നടന്ന 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഇത് നടന്നിട്ടുള്ളത്. ബാക്കി തന്നിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഏകീകൃത സിവിൽ സംവിധാനം വകുപ്പ് 44 ആണ്. ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്കും വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ എന്നിവയിൽ ഒരേ രീതിയിലുള്ള സിവിൽ നിയമം നടപ്പിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം. ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ ആവശ്യങ്ങൾക്കോ റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന വകുപ്പാണിത്. ഇപ്പം ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വരുന്നത് 226-ാമത്തെ വകുപ്പ് പ്രകാരമാണ്. മൗലികാവകാശ സംരക്ഷണത്തിന് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന വകുപ്പ് 32 പ്രകാരമാണ്. എന്നാൽ ഹൈക്കോടതിക്ക് വകുപ്പ് 226 പ്രകാരം മൗലിക അവകാശങ്ങൾക്ക് പുറമെ മറ്റ് നിയമപരമായ കാര്യങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. ഇനി 4ാമത്തേത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ഭരണഘടനാ ലംഘനം നടത്തൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്തിരിക്കുക, ഭരണഘടനാ ലംഘനം നടത്തിയാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്ന വകുപ്പ് 61 ആണ്. പാർലമെന്റിൽ ഇരു സഭകൾക്കും ലോകസഭ, രാജ്യസഭ ഇതിൽ തുല്യ അധികാരമുണ്ട്. 2 സഭകളിലും 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സായാൽ മാത്രമേ രാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനകത്ത് റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മൗലിക കടമകൾ വകുപ്പ് 51 അല്ല, 51A ആണ്. ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ തുറമുഖങ്ങൾ, ബി റെയിൽവേ, സി ഹൈവേകൾ, ഡി പൊതുജനാരോഗ്യം. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യമാണ്. പൊതുജനാരോഗ്യം എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് ഈ അധികാര വിഭജനം വ്യക്തമാക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് തുറമുഖങ്ങൾ, റെയിൽവേ, ദേശീയപാതകൾ, ഹൈവേ, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്.
സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇതിൽ നിയമനിർമ്മാണ അധികാരം. പൊതുജനാരോഗ്യം, ശുചിത്വം, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റൈസേഷൻ, അതുപോലെ തന്നെ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ലിസ്റ്റിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ലിസ്റ്റുകളാണ്. യൂണിയൻ ലിസ്റ്റ്, ഇതിൽ 3 ലിസ്റ്റുകളാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇനി യൂണിയൻ ലിസ്റ്റ് രാജ്യസുരക്ഷയെയും ദേശീയ പ്രാധാന്യത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണിത്. ഇതിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ആരംഭത്തിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്ന ഇതിൽ ഇപ്പോൾ 100 വിഷയങ്ങളുണ്ട്. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, കറൻസി, നാണയങ്ങൾ, അണുശക്തി, സെൻസസ്, അന്തർ സംസ്ഥാന നദീതടങ്ങൾ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, വിമാനത്താവളങ്ങൾ, വലിയ തുറമുഖങ്ങൾ, ആദായ നികുതി ഒക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് പ്രാദേശികവും സംസ്ഥാന തലത്തിലുമുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളാണിത്. സാധാരണയായി സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇതിൽ നിയമനിർമ്മാണ അധികാരം. ആരംഭത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ 61 വിഷയങ്ങളുണ്ട്. ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തി രാജ്, പൊതുജനാരോഗ്യം, ശുചിത്വം, കൃഷി, ജലസേചനം, മദ്യം, വിപണികളും മേളകളും, ഭൂനികുതി, ഇതൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി അടുത്തത് കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഇതിൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് നിയമം നിർമ്മിക്കാം. എന്നാൽ 2 നിയമങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രാബല്യം. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് ഈ ആശയം കടമെടുത്തത്. ആരംഭത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ 52 വിഷയങ്ങളുണ്ട്. അപ്പം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വിദ്യാഭ്യാസം, വനം, വിവാഹമോചനവും, ജനനമരണ രജിസ്ട്രേഷൻ, ക്രിമിനൽ നിയമം, സിവിൽ നടപടിക്രമങ്ങൾ, തൊഴിൽ സംഘടനകൾ, വില നിയന്ത്രണം, പത്രങ്ങൾ, പുസ്തകങ്ങൾ, പ്രിന്റിംഗ് പ്രസ്സുകൾ, ഇതെല്ലാം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% ആയി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 91ാം ഭേദഗതി, ബി 81ാം ഭേദഗതി, സി 101ാം ഭേദഗതി, ഡി 71ാം ഭേദഗതി. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം പരിമിതപ്പെടുത്തിയത് 91ാം ഭരണഘടനാ ഭേദഗതി 2003 വഴിയാണ്. മന്ത്രിമാരുടെ എണ്ണപരിധി എന്ന് പറയുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ ആകെ എണ്ണം യഥാക്രമം ലോകസഭയിലെയും സംസ്ഥാന സഭയിലെയും ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ചെറിയ സംസ്ഥാനങ്ങൾക്കുള്ള ഇളവ് നിയമസഭാ അംഗങ്ങൾ കുറവുള്ള ചെറിയ സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ഗോവ, സിക്കിം പോലുള്ളിടത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറഞ്ഞത് 12 മന്ത്രിമാർ വരെ ആകാമെന്നാണ് പറയുന്നത്. 81ാം ഭേദഗതി 2000-ലാണ് നടന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ബാക്ക്ലോഗ് ഒഴിവുകൾ നികത്തുന്നതിനായി ബന്ധപ്പെട്ടതാണ് 81ാം ഭേദഗതി. 101ാം ഭേദഗതി ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ ചരിത്രപരമായ ഭേദഗതിയാണ്. 101ാമത്തെ ഭേദഗതി ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ ചരിത്രപരമായ ഭേദഗതിയാണ്. 71ാം ഭേദഗതി കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകളെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 71ാം ഭേദഗതിയിൽ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകളെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, LM സിംഘി കമ്മിറ്റി. ഇത് കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബൽവന്ത് റായ് കമ്മിറ്റി 1957-ലും അശോക് മേത്ത കമ്മിറ്റി 1977-ലും LM സിംഘി കമ്മിറ്റി 1986-ലും PK തുങ്കൻ കമ്മിറ്റി 1989-ലുമാണ് രൂപീകൃതമായത്. ഒന്നുകൂടി നോക്കുക. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ഇന്ത്യയിൽ 3 അടുക്ക് പഞ്ചായത്ത് രാജ് സംവിധാനം വേണമെന്ന് ശുപാർശ ചെയ്തതാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ 3 അടുക്കുകളായിട്ട് വേണമെന്ന്
ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഇന്ത്യൻ പഞ്ചായത്തി രാജിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അശോക് മേത്ത കമ്മിറ്റി 1977 3 അടുക്കിന് പകരം 2 അടുക്ക് സംവിധാനം ശുപാർശ ചെയ്തു. മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ഇനി LMCK കമ്മിറ്റി 1986 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട കമ്മിറ്റി. LMCK കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി 1989 പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിനോടൊപ്പം 5 വർഷത്തെ കൃത്യമായ കാലാവധി നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് പിന്നീട് 73-74 ഭരണഘടനാ ഭേദഗതികളിലേക്ക് വഴിതെളിച്ചത്. PK തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിനോടൊപ്പം 5 വർഷത്തെ കൃത്യമായ കാലാവധി നിശ്ചയിക്കണമെന്നും ശുപാർശ ചെയ്തു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് പിന്നീട് 73-74 ഭരണഘടനാ ഭേദഗതികളിലേക്ക് വഴിതെളിച്ചത്. ഓർത്തിരിക്കാം. ബൽവന്ത് റായ് കമ്മിറ്റി 1957 അശോക് മേത്ത കമ്മിറ്റി 1977 LMCK കമ്മിറ്റി 1986 PK തുങ്കൻ കമ്മിറ്റി 1989 രൂപീകൃതമായത്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻസ് എ ശുചിത്വ മിഷൻ, ബി കുടുംബശ്രീ, സി കില, ഡി ഇൻഫർമേഷൻ കേരള മിഷൻ. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനമാണ് ചോദിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന 4 എണ്ണവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ സ്ഥാപനങ്ങളാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ്. ശുചിത്വ മിഷൻ വരുന്നത് കേരളത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികളുടെയും ശുചിത്വ പ്രവർത്തനങ്ങളുടെയും നോഡൽ ഏജൻസി ആയിട്ടാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി 1988 ആരംഭിച്ച സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനാണ് കുടുംബശ്രീ. കീല എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന തൃശൂർ ആസ്ഥാനമായുള്ള സ്വയംഭരണ സ്ഥാപനമാണിത്. ഇനി ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർ വൽക്കരണവും ഗവേണൻസും നടപ്പിലാക്കുന്നതിനുള്ള ഏജൻസിയാണ്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ജന്മ മരണ രജിസ്ട്രേഷനായുള്ള സെവന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം ഈ 4 എണ്ണവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ സ്ഥാപനങ്ങളാണ്. ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ കേരള മിഷൻ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം ഏത്? ഓപ്ഷൻസ് 2023 സെപ്റ്റംബർ 1, സെപ്റ്റംബർ 5, സെപ്റ്റംബർ 20, സെപ്റ്റംബർ 25. ഇതിൽ കറക്റ്റ് ഡേറ്റ് വരുന്നത് 2023 സെപ്റ്റംബർ 20 ആണ്. നാരിശക്തി വന്ദൻ അധിനിയം വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20 പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ ആദ്യമായി അവതരിക്കപ്പെടുകയും പാസാക്കപ്പെടുകയും ചെയ്ത ചരിത്രപ്രധാനമായ ബില്ലാണിത്. 454 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 2 പേർ മാത്രമാണ് ഇതിനെതിരെ വോട്ട് ചെയ്തത്. ബില്ല് അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19 കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21 ഐക്യകണ്ഠന്റെ 214 വോട്ടുകൾക്കാണ് ഇത് പാസാക്കിയത്. ഈ ബില്ല് 128ാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് പാർലമെന്റിൽ വന്നത്. ഈ ബില്ല് 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് പാർലമെന്റിൽ വന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഇത് 106ാം ഭരണഘടനാ ഭേദഗതി നിയമമായി. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുക എന്നതാണ് ഈ ബില്ലിന്റെ ഉദ്ദേശം. നാരിശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം 2023 സെപ്റ്റംബർ 20. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ 30. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. 1ാം വായന, റിപ്പോർട്ടിംഗ് ഘട്ടം, 2ാം വായന, കമ്മിറ്റി ഘട്ടം, 3ാം വായന. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. 1ാം വായന, 2ാം വായന,
കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന. ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ എ ആണ്. ഒന്നാം വായന സഭയിൽ ബിൽ അവതരിപ്പിക്കുന്ന ഘട്ടമാണിത്. ബില്ലിന്റെ പേരും ലക്ഷ്യങ്ങളും സഭാംഗങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയും തുടർന്ന് ഇത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ചർച്ചകളോ വോട്ടെടുപ്പുകളോ ഉണ്ടാകാറില്ല. ഒന്നാം വായനയുടെ ഘട്ടത്തില് ചർച്ചകളോ വോട്ടെടുപ്പുകളോ ഉണ്ടാവില്ല. രണ്ടാം വായന ബില്ലിലെ പൊതുവായ തത്വങ്ങളെയും വ്യവസ്ഥകളെയും കുറിച്ച് സഭയിൽ വിപുലമായ ചർച്ച നടക്കുന്ന ആദ്യ ഉപഘട്ടമാണിത്. രണ്ടാം വായനയിലാണ് ബില്ലിലെ പൊതുവായ തത്വങ്ങളെയും വ്യവസ്ഥകളെയും കുറിച്ച് സഭയിൽ വിപുലമായ ചർച്ച നടക്കുന്ന ആദ്യ ഉപഘട്ടം. ഇനി കമ്മിറ്റി ഘട്ടം പൊതുചർച്ചയ്ക്കു ശേഷം ബില്ലിനെ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് പാർലമെന്റിന്റെ ഒരു പ്രത്യേക കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ അയക്കുന്നു. കമ്മിറ്റി ഇതിലെ ഓരോ വകുപ്പും വിശദമായി പരിശോധിക്കുന്നു. അതാണ് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ടിംഗ് ബിൽ പൂർണ്ണമായി പരിശോധിച്ച ശേഷം ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിക്കുന്നു. ഇതിനുശേഷം സഭയിൽ ബില്ലിലെ ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്യുകയും വോട്ടിനിടുകയും ചെയ്യുന്നു. ഇനി മൂന്നാം വായന, ഇത് അവസാന ഘട്ടമാണ്. ഇവിടെ ബില്ലിൽ പുതിയ ഭേദഗതികൾ ഒന്നും അനുവദിക്കില്ല. ബില്ലിനെ മൊത്തമായി സ്വീകരിക്കണോ അതോ നിരസിക്കണോ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നത്. സഭ ഭൂരിപക്ഷത്തോടെ ബിൽ പാസാക്കിയാൽ അത് അടുത്ത സഭയിലേക്ക്, ലോകസഭയിൽ നിന്നാണെങ്കിൽ അത് രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാം വായന, രണ്ടാം വായന, റിപ്പോർട്ടിംഗ് ഘട്ടം, കമ്മിറ്റി ഘട്ടം, മൂന്നാം വായന എന്നിങ്ങനെയാണ് വരുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? എ. ഹോബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ബി. പ്രൊഹിബിഷൻ, നിലനിർത്തുക. സി. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഡി. കോ വാറന്റോ, എന്ത് അധികാരത്തിൽ? ഇതില് റോങ് ആയിട്ട് ആൻസർ വന്നിരിക്കുന്നത് പ്രൊഹിബിഷൻ മാത്രമാണ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിലനിർത്തുക എന്നതല്ല. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക അല്ലെങ്കിൽ തടയുക എന്നാണ്. ബാക്കി 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഹേബിയസ് കോർപ്പസും അതുപോലെ തന്നെ പ്രൊഹിബിഷനും ഹോബിയസ് കോർപ്പസും മാൻഡമസും കോ വാറന്റോയും കറക്റ്റ് ആൻസർ ആണ് വരുന്നത്. പ്രൊഹിബിഷൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് റോങ്. അതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഹോബിയസ് കോർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നാണ്. നിയമവിരുദ്ധമായ തടങ്കലിൽ നിന്ന് വ്യക്തികളെ മോചിപ്പിക്കാനാണ് ഇത്. മാൻഡമസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പൊതു അധികാരികൾ അവരുടെ നിയമപരമായ കർത്തവ്യം ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് തടയുക അല്ലെങ്കിൽ വിലക്കുക എന്നതാണ്. കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധി ലംഘിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കോ വാറന്റോ, എന്ത് അധികാരത്തിൽ? ഒരാൾ നിയമവിരുദ്ധമായി പൊതു പദവി കൈക്കലാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കോ വാറന്റോ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രൊഹിബിഷൻ നിലനിർത്തുക എന്നതല്ല, തടയുക അല്ലെങ്കിൽ വിലക്കുക എന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? ഓപ്ഷൻസ്: സ്കർവി, പെല്ലഗ്ര, ബെറിബറി, റിക്കറ്റ്സ്. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. വിറ്റാമിൻ B3യുടെ കുറവ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. വിറ്റാമിൻ B3, നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഈ രോഗത്തിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് പ്രകടമാകുന്ന 4 പ്രധാന ലക്ഷണങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമായ ഡിയിൽ തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ 4DS എന്ന് വിളിക്കുന്നത്. ഡെർമറ്റൈറ്റിസും, ചർമ്മരോഗം, തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി, ഡയേറിയ, വയറിളക്കം അല്ലെങ്കിൽ അതിസാരം, ഡിമെൻഷ്യ, മറവി രോഗം, മാനസിക അസ്വസ്ഥം, ഡെത്ത്, മരണം കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ എത്തുന്നു. ഇപ്പം 4DS എന്ന് പറയുന്നത് ഇതിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് പ്രകടമാകുന്ന 4 പ്രധാന ലക്ഷണങ്ങൾ ഉദ്ദേശിച്ചാണ് 4DS എന്ന് പറയുന്നത്. ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡെമെൻഷ്യ, ഡെത്ത്. സ്കർവി എന്ന് പറയുന്ന വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇതിന്റെ ലക്ഷണം പല്ലിന്റെ ഈരുകളിൽ നിന്നുള്ള ചോരയൊലിപ്പാണ്.
ബെറിബറി എന്ന് പറയുന്ന വിറ്റാമിൻ B1 കൊണ്ട് കുറവിൻ മൂലമുണ്ടാകുന്ന രോഗമാണ്. നാഡീവ്യൂഹത്തെയും ഹൃദയത്തെയും ബാധിക്കുകയാണ് ഇതിന്റെ ലക്ഷണം. റിക്കറ്റ്സ് ഉരുകുപിള്ള രോഗമെന്ന് അറിയപ്പെടുന്നു. ഇത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്. എല്ലുകളുടെ ബലക്കുറവാണ് ഇതിന് ലക്ഷണമായിട്ട് പറയുന്നത്. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം എന്നത് പെല്ലഗ്രെ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ ഓപ്ഷൻ എ RBCയിൽ ആന്റിജൻ എയും ബിയും ഇല്ല. ഓപ്ഷൻ ബി പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. ഓപ്ഷൻ സി പ്ലാസ്മയിൽ ആന്റിജൻ എയും ബിയും ഇല്ല. ഓപ്ഷൻ ഡി RBCയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ പുറത്തുള്ള ആന്റിജനും പ്ലാസ്മയിലുള്ള ആന്റിബോഡികളുമാണ്. ഒരാളുടെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ചുവന്ന രക്താണുക്കളുടെ പുറത്തുള്ള ആന്റിജനുകളും പ്ലാസ്മയിലുള്ള ആന്റിബോഡികളുമാണ്. AB രക്തഗ്രൂപ്പുള്ള ആളുകൾക്ക് ഇവരുടെ ചുവന്ന രക്താണുക്കളിൽ AB എന്നീ 2 ആന്റിജനുകളുണ്ട്. എന്നാൽ ഇവരുടെ പ്ലാസ്മയിൽ AB ആന്റിബോഡികൾ ഇല്ല. അപ്പം RBCയിൽ AB എന്നീ 2 ആന്റിജനുകളുണ്ട്. എന്നാൽ പ്ലാസ്മയിൽ AB എന്ന ആന്റിബോഡികൾ ഇല്ല. ഇവരുടെ രക്തത്തിൽ ആന്റിബോഡികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ഏത് ഗ്രൂപ്പുകാരുടെ രക്തം സ്വീകരിച്ചാലും അതിനെതിരെ പ്രവർത്തിക്കാൻ ഇവരുടെ ശരീരത്തിന് കഴിയില്ല, പ്രതിരോധം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് AB ഗ്രൂപ്പുകാരെ സാർവിക സ്വീകർത്താവ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഓർത്തിരിക്കുക, AB ഗ്രൂപ്പുകളുടെ ചുവന്ന രക്താണുക്കളിൽ AB എന്നീ 2 ആന്റിജനുകളുണ്ട്. എന്നാൽ ഇവരുടെ പ്ലാസ്മയിൽ എയും ബിയും ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഏത് രക്തഗ്രൂപ്പുകാരുടെ രക്തം സ്വീകരിച്ചാലും അതിനെതിരെ പ്രവർത്തിക്കാൻ ഇവരുടെ ശരീരത്തിന് കഴിവില്ല. അതുകൊണ്ട് AB ഗ്രൂപ്പുകാരെ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു. AB ഗ്രൂപ്പിന് ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഇല്ല. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റും. O ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല, ആന്റിബോഡി ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും രക്തം നൽകാം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ലാത്തതാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. ഓപ്ഷൻസ് സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, പൊട്ടാസ്യമാണ്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതലുള്ള പോസിറ്റീവ് അയൺ പൊട്ടാസ്യമാണ്. പേശികളുടെ സുഗമമായ പ്രവർത്തനത്തിനും സങ്കോച വികാസങ്ങൾക്കും ഇത് അത്യാവശ്യമാണ്. പൊതുവായി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതു ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാൽസ്യമാണ്. കാരണം അത് എല്ലുകളുടെയും പല്ലുകളുടെയും വലിയ അളവിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശരീരപേശികളുടെ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതുവാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൊട്ടാസ്യം എന്ന് വരുന്നത്. കാൽസ്യം മനുഷ്യ ശരീരത്തിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അല്ലെങ്കിൽ ധാതുവാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മിതിക്ക് സഹായിക്കുന്ന ധാതു. സോഡിയം എന്ന് പറയുന്നത് കോശങ്ങൾക്ക് പുറത്തുള്ള ദ്രാവകത്തിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെ ഏറ്റവും കൂടുതലുള്ള ധാതുവാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുവാണ് സോഡിയം എന്ന് പറയുന്നത്. ഫോസ്ഫറസ് ശരീരത്തിൽ കാൽസ്യത്തിന് തൊട്ടു പിന്നാലെ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള ധാതു. ഫോസ്ഫറസ് ശരീരത്തിൽ കാൽസ്യത്തിന് തൊട്ടു പിന്നാലെ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള ധാതുവാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻസ് തൈമോസിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, മെലാറ്റോണിൻ. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന ഹോർമോണ് മെലാറ്റോണിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ ആണ്. തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി ആണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. തലച്ചോറിലെ പീനിയൻ ഗ്രന്ഥി. രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയത്താണ് ഈ ഹോർമോൺ കൂടുതൽ
ചെലുത്തപ്പെടുന്നത്. ഇത് നമുക്ക് കൃത്യസമയത്ത് ഉറക്കം വരാൻ സഹായിക്കുന്നു. അതിനാൽ ഇതിനെ ഉറക്കത്തിന്റെ ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. മെലാറ്റോണിനെ ഉറക്കത്തിന്റെ ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. തൈമോസിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്നു. തൈമോസിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്ന ഇതാണ് തൈമോസിൻ. തൈറോക്സിൻ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. തൈറോക്സിൻ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. അഡ്രിനാലിൻ എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ഭയം, ദേഷ്യം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നു. ഭയം, ദേഷ്യം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നു അഡ്രിനാലിൻ. അഡ്രിനൽ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂറിലെ ബയോളജിക്കൽ ക്ലോക്ക് നിയന്ത്രിക്കുന്നത് അഡ്രിനാലിനാണ്, മെലാറ്റോണിനാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. ആക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണെന്നാണ്. ഓപ്ഷൻസ് ആശ്വാസ്, സ്വാശ്രയ, പരിരക്ഷ, നിരാമയ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പരിരക്ഷ. ആക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ. അടിയന്തര ചികിത്സയ്ക്കും മറ്റ് സഹായങ്ങളും നൽകുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഈ പദ്ധതിയിലൂടെ പരമാവധി 50,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്നു. നിരാമയ എന്ന് പറയുന്നത് ഓട്ടിസം, സെറിബ്രൽ പാസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ ഉള്ളവർക്ക് 1,00,000 രൂപ വരെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് നിരാമയ. ഓട്ടിസം, സെറിബ്രൽ പാസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയവ ഉള്ളവർക്ക് 1,00,000 രൂപ വരെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് നിരാമയ. സ്വാശ്രയ പദ്ധതി തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 50% മുകളിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ മുഴുവൻ സമയം വീട്ടിലിരുന്ന് പരിചരിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി. ലോട്ടറി കച്ചവടം, തയ്യൽ, ചെറുകിട കച്ചവടങ്ങൾ തുടങ്ങിയവ ആരംഭിക്കുന്നതിന് BPL കുടുംബങ്ങളിൽപ്പെട്ട രക്ഷകർത്താക്കൾക്ക് ഒറ്റത്തവണയായി 35,000 രൂപ വരെ ധനസഹായം ചെയ്യുന്നു. ഭിന്നശേഷിത്വം കാരണം പുറത്തുപോയി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാർക്കും ഈ പദ്ധതി വഴി സഹായം ലഭിക്കും. ആശ്വാസ് പദ്ധതി സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലും വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങുകയും ജപ്തി നടപടികൾ നേരിടുകയും ചെയ്യുന്ന സാധാരണക്കാർക്കായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി എന്ന് പറയുന്നത്. വായ്പക്കാർക്ക് ആശ്വാസമേകാൻ 3 മാസത്തേക്ക് ജപ്തി നടപടികൾ താൽക്കാലികമായി ഒഴിവാക്കാനും ഇതിലൂടെ വായ്പകൾ സെറ്റിൽ ചെയ്യാനും അവസരം നൽകുന്നു. 37ാമത്തെ ക്വസ്റ്റ്യൻ. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത്? ഓപ്ഷൻസ് ശബ്ദം, ലെഡ്, കണികാദ്രവ്യം, ഓസോൺ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ എയർ അമെൻഡ്മെന്റ് ആക്ട് എന്നാണ് പറയുന്നത്. ഇതില് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശബ്ദമാണ്, നോയിസ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. വ്യവസായശാലകളിൽ നിന്നുള്ള മലിനീകരണ തോത് നിയന്ത്രിക്കാതിരിക്കുകയോ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ 1 വർഷം മുതൽ 6 വർഷം വരെ തടവും പിഴയും വേണമെങ്കിൽ ലഭിക്കും. കുറ്റം വീണ്ടും തുടരുകയാണെങ്കിൽ നിയമലംഘനം തുടരുന്ന ഓരോ ദിവസത്തിനും 5,000 രൂപ വീതം അധിക പിഴ ഈടാക്കുകയും ചെയ്യുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയോ പരിശോധന തടസ്സപ്പെടുത്തുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 3 മാസം വരെ തടവും 10,000 രൂപ വരെ പിഴയോ ലഭിക്കും. അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയും ലഭിക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് CPCB എന്ന് പറയുന്നത്. CPCB. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് CPCB. ഇത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്
രാജ്യവ്യാപകമായി വായുവിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ ഓപ്ഷൻ എ, തിരശ്ചീന പ്രവേഗം ലംബീയ പ്രവേഗത്തേക്കാൾ കൂടുതലാണ്. ഓപ്ഷൻ ബി, ലംബീയ പ്രവേഗം 0 ഓപ്ഷൻ സി, ലംബീയ പ്രവേഗം തിരശ്ചീന പ്രവേഗത്തേക്കാൾ കൂടുതലാണ്. ഓപ്ഷൻ ഡി, തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിന് പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുമ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. അപ്പം ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു വസ്തു എറിയുമ്പോൾ അതിന് പരമാവധി തിരശ്ചീന പരിധി, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ലഭിക്കുന്നത് അത് 45 ഡിഗ്രി കോണിൽ എറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ് എന്ന് പറയുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ, VE എന്നത് ഭൂമിയുടെ പാലായന വേഗത്തെയും V0 എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം. VE എന്നത് ഭൂമിയുടെ പാലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം. ഇതൊരു നോൺ സയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് മനസ്സിലാക്കാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നോക്കാം. ആദ്യം VO എന്നത് എടുക്കാം. ഇത് പരിക്രമണ പ്രവേഗമാണ് പറയുന്നത്. പരിക്രമണ പ്രവേഗം VO എന്നത്. അപ്പം ഒരു താരം അടിക്കുന്ന പന്ത് സ്റ്റേഡിയത്തിന്റെ ബൗണ്ടറി ലൈനിനുള്ളിൽ തന്നെ വട്ടമിട്ട് കറങ്ങി നിൽക്കാൻ ആവശ്യമായ വേഗത. ഒരു താരം ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് കളിക്കുന്ന സമയത്ത് ബൗണ്ടറി ലൈനിനുള്ളിൽ തന്നെ ആ പന്ത് വട്ടമിട്ട് കറങ്ങി നിൽക്കാൻ ആവശ്യമായ വേഗതയാണ് VO എന്ന് പറയുന്ന പരിക്രമണ വേഗം എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപഗ്രഹം ഭൂമിയെ വിട്ടു പോകാതെ ഭൂമിക്ക് ചുറ്റും ഒരു വട്ടത്തിൽ കറങ്ങി നിൽക്കാനുള്ള വേഗത. ഉപഗ്രഹം ഭൂമിയെ വിട്ടു പോവാതെ ഭൂമിക്ക് ചുറ്റും ഒരു വട്ടത്തിൽ കറങ്ങി നിൽക്കാനുള്ള വേഗതയാണ് പരിക്രമണ പ്രവേഗം എന്ന് പറയുന്നത്, VO എന്ന് പറയുന്നത്. ഇനി പാലായന പ്രവേഗം. അപ്പൊ ഒരു താരം പന്ത് ശക്തമായി അടിച്ച് ഗാലറിയും കടന്ന് സ്റ്റേഡിയത്തിന് പുറത്തേക്ക്, ഔട്ട് ഓഫ് ദ സ്റ്റേഡിയം കളയുന്ന വേഗതയാണിത്. ആ പന്ത് പിന്നെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലായന പ്രവേഗം VE എന്ന് പറയുന്നത് ഒരു താരം പന്ത് ശക്തമായി അടിച്ച് ഗാലറിയും കടന്ന് സ്റ്റേഡിയത്തിന് പുറത്തേക്ക്, ഔട്ട് ഓഫ് ദ സ്റ്റേഡിയം പോകുന്ന വേഗതയാണിത്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെട്ട് ബഹിരാകാശത്തേക്ക് പോകാനുള്ള വേഗത, ഇതാണ് പാലായന പ്രവേഗം. അപ്പം VE എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടിട്ട് ബഹിരാകാശത്തേക്ക് പോകാനുള്ള വേഗതയാണ് പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഇത് VE. ഇവർ തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. അപ്പം സ്റ്റേഡിയത്തിനുള്ളിൽ കറങ്ങി നിൽക്കുന്ന ഒരു പന്തിനെ അടിച്ച് പുറത്താക്കണമെങ്കിൽ, അതായത് VOയിൽ നിന്നും VEയിൽ എത്തണമെങ്കിൽ എത്ര വേഗത കൂട്ടേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഫിസിക്സിലെ നിയമപ്രകാരം സ്റ്റേഡിയത്തിന് പുറത്തെത്താൻ വേണ്ടിയിട്ട് അകത്ത് കറങ്ങുന്ന വേഗതയുടെ √2, അതായത് 2 മടങ്ങ് വേഗത വേണം എന്നാണ് പറയുന്നത്. √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കിൽ 1.41 എന്നാണ് വില വരുന്നത്. അതായത് ഉള്ളിൽ കറങ്ങാൻ 100 കിലോമീറ്റർ വേഗത വേണമെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്താക്കാൻ 141 കിലോമീറ്റർ വേഗത വേണ്ടിവരും. അതുകൊണ്ട് എപ്പോഴും പുറത്തു പോകാനുള്ള വേഗത എന്ന് പറയുന്നത് VE എന്നത് ഉള്ളിൽ നിൽക്കാനുള്ള വേഗത VOയിനെക്കാട്ടും √2 മടങ്ങായിരിക്കണം. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. VE = √2 VO എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഒന്ന് ഓർത്തിരിക്കുക, പരിക്രമണ പ്രവേഗം എന്ന് പറയുന്ന VO എന്നത് ഒരു ഉപഗ്രഹം ഭൂമിയെ വിട്ടു പോകാതെ അതിന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ വേണ്ട
വേഗതയാണ്. ഈ പലായന പ്രവേഗം VE എന്നത് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ട് പുറത്തു പോകാൻ വേണ്ട വേഗതയാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ കറങ്ങുന്ന ഉപഗ്രഹത്തെ പുറത്തു ചാടിക്കണമെങ്കിൽ വേഗത √2 2 മടങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ പറയുന്നത് VE √2 VO എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം. ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന 24 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 48 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 12 സെന്റിമീറ്റർ ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഈ വക്രത ആരം എന്ന് വെച്ചാല് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺവെക്സ് ദർപ്പണം ഒരു വലിയ ഗോളാകൃതിയിലുള്ള കണ്ണാടിയുടെ മുറിച്ചെടുത്ത ഒരു ഭാഗമാണ്. ആ വലിയ ഗോളത്തിന്റെ കേന്ദ്രത്തിൽ സെന്ററിൽ നിന്നും കണ്ണാടിയിലേക്കുള്ള ദൂരമാണ് വക്രത ആരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കണക്കിൽ അത് 24 സെന്റിമീറ്റർ എന്ന് പറയുന്നു വക്രത ആരം. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കണ്ണാടിയുടെ മധ്യബിന്ദുവിൽ നിന്ന് അതിന്റെ പ്രധാന ഫോക്കസ് വരെയുള്ള ദൂരമാണ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കണ്ണാടിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന്റെ കൃത്യം പകുതിയിലാണ് ഫോക്കസ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണാടിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന്റെ കൃത്യം പകുതിയിലാണ് ഫോക്കസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വക്രത ആരം തന്നിരിക്കുന്നത് 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. അതായത് F r/2 ആയിരിക്കും വരുന്നത്. അപ്പം F ഫോക്കസ് ദൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 ഡിവൈഡഡ് ബൈ 2. അപ്പം 12 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ഇനി നമുക്ക് വക്രത ആരം 30 ആണ് തന്നിട്ടുള്ളത്, 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഫോക്കസ് ദൂരം ചോദിക്കുന്നതാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ അത് 15 സെന്റിമീറ്റർ ആയിരിക്കും വക്രത ആരം വരുന്നുണ്ടാവുക, ഫോക്കസ് ദൂരം വരുന്നുണ്ടാവുക. അപ്പൊ വക്രത ആരത്തിന്റെ നേർ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം എന്നെപ്പോഴും ആലോചിച്ചിരിക്കുക. 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അപ്പം ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് മൂന്നും കറക്റ്റ് ആൻസർ ആണ് വരുന്നത്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നത്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നത്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇത് മൂന്നും കറക്റ്റ് ആൻസർ ആണ്. ഇത് മൂന്നും ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ തീയതി വരുന്നത് 14 ജൂലൈ 23-നാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് ലാൻഡ് ചെയ്തിരിക്കുന്നത് 23 ഓഗസ്റ്റ് 2023-നാണ്. ലാൻഡിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനും സൗത്ത് പോളിന് സമീപം ആണ്. ഈ പ്രദേശത്തിന് ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടു. അപ്പം ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത പ്രദേശത്തിന് ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടിട്ടുണ്ട്. വിക്ഷേപണ തീയതി വരുന്നത് 14 ജൂലൈ 2023-നും ലാൻഡിങ് 23 ഓഗസ്റ്റ് 2023-നും ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബോയൽ നിയമം, ഓപ്ഷൻ ബി ചാൾസ് നിയമം, ഓപ്ഷൻ സി അവഗ്രാഡോ നിയമം, ഓപ്ഷൻ ഡി ഡാൾട്ടൺ നിയമം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം അനുസരിച്ച് വാതകത്തിന്റെ മർദ്ദം മാറാതിരിക്കുമ്പോൾ അതിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് താപനില കൂടുമ്പോൾ വാതകം വികസിക്കുകയും അതിന്റെ വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അപ്പം ചുട്ടെടുക്കുമ്പോൾ ഉയർന്ന ഊഷ്മാവിൽ അതിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഈ നിയമപ്രകാരം വികസിക്കുന്നു. അതാണ് അപ്പം വീർത്തു വരാനുള്ള കാരണം.
താപനില കൂടുമ്പോൾ വാതകം വികസിക്കുകയും അതിന്റെ വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പം വീർത്ത് വരുന്നത്. ഇനി ബോയിൽ നിയമം. താപനില മാറാതിരിക്കുമ്പോൾ മർദ്ദം കൂടുമ്പോൾ വാതകത്തിന് വ്യാപ്തം കുറയുന്നു. അതായത് നമ്മളൊരു വാതകത്തെ ശക്തമായി അമർത്തുമ്പോൾ മർദ്ദം കൂട്ടുമ്പോൾ അത് ചുരുങ്ങി ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിറിഞ്ച് അതിന്റെ മുൻഭാഗം വിരൽ വെച്ച് അടച്ചതിനു ശേഷം പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തുമ്പോൾ ഉള്ളിലെ വായുവിന്റെ മർദ്ദം കൂടുകയും അത് കുറഞ്ഞ സ്ഥലത്തേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. സിറിഞ്ച് അമർത്തുന്നത് വിടുമ്പോൾ വായു വീണ്ടും പഴയതുപോലെ വികസിക്കുന്നു. ഇതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഇനി അവഗ്രാഡോ നിയമം. ഒരേ താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തമുള്ള വ്യത്യസ്ത വാതകങ്ങളിൽ തുല്യ എണ്ണം തന്മാത്രകൾ ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ ഒരു വാതകത്തിന്റെ അളവ് കൂടുമ്പോൾ അതിന്റെ വ്യാപ്തവും കൂടും. എന്ന് വെച്ചാല് ബലൂണിലേക്ക് വായു ഊതിക്കയറ്റുമ്പോൾ ബലൂണിന്റെ വലുപ്പം വ്യാപ്തം കൂടി വരുന്നു. വായു പുറത്തുവിടുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കുറയുകയും ബലൂണിന്റെ വലുപ്പം കുറയുകയും ചെയ്യുന്നു. അപ്പം ഒരേ താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തമുള്ള വ്യത്യസ്ത വാതകങ്ങളിൽ തുല്യ എണ്ണം തന്മാത്രകൾ ആയിരിക്കും ഉണ്ടാവുക. അവഗ്രാഡോ നിയമം. ഇനി ഡാൾട്ടൺ നിയമം. പരസ്പര രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത വ്യത്യസ്ത വാതകങ്ങൾ ഒരു പാത്രത്തിൽ ഒന്നിച്ചു ചേർത്ത് വെച്ചാൽ ആ പാത്രത്തിലെ ആകെ മർദ്ദം എന്നത് ഓരോ വാതകവും തനിയെ ഉണ്ടാകുന്ന മർദ്ദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അന്തരീക്ഷ വായു ഇതിനൊരു ഉദാഹരണമാണ്. വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ തുടങ്ങി പല വാതകങ്ങളുണ്ട്. അപ്പൊ അന്തരീക്ഷം നമ്മളിൽ ചെലുത്തുന്ന ആകെ മർദ്ദം എന്നത് നൈട്രജൻ തനിച്ചുണ്ടാകുന്ന മർദ്ദം, ഓക്സിജൻ തനിച്ചുണ്ടാകുന്ന മർദ്ദം, അതുപോലെ തന്നെ മറ്റ് വാതകങ്ങളുടെ മർദ്ദവും എല്ലാം കൂടി കൂട്ടിക്കിട്ടുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാൾസ് നിയമം എന്ന് പറയുന്നത് ചൂട് കൂടുമ്പോൾ വായു വികസിക്കുന്നു. ബോയിൽ നിയമം എന്ന് പറയുന്നത് അമർത്തുമ്പോൾ വായു ചുരുങ്ങുന്നു. അവഗ്രാഡോ നിയമം എന്ന് പറഞ്ഞാൽ കൂടുതൽ വായു നിറയ്ക്കുമ്പോൾ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ഡാൾട്ടൺ നിയമത്തിൽ പല വാതകങ്ങൾ ചേരുമ്പോൾ മർദ്ദവും കൂടുന്നു. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ചാൾസ് നിയമമാണ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 into 1023 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. 108 ഗ്രാം ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള അവഗ്രാഡോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതൊരു പദാർത്ഥത്തിന്റെയും ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെയോ തന്മാത്രകളുടെയോ എണ്ണം എന്ന് പറയുന്നത് ഏതൊരു പദാർത്ഥത്തിന്റെയും ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെയോ തന്മാത്രകളുടെയോ എണ്ണം എന്ന് പറയുന്നത് 6.022 into 1023 ആയിരിക്കും. ഇതിനെയാണ് അവഗ്രാഡോ നമ്പർ എന്ന് വിളിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ മോളിന്റെ ഭാരം എന്നത് തന്മാത്രകളുടെ പിണ്ഡം എന്ന് പറയുന്നില്ലേ, അത് എന്നത് ഗ്രാം എക്സ്പ്രസ് ചെയ്ത അതിന്റെ ആറ്റോമിക ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു പദാർത്ഥത്തിന്റെ ഒരു മോളിന്റെ ഭാരം എന്നത് ഗ്രാം എക്സ്പ്രസ് ചെയ്ത അതിന്റെ ആറ്റോമിക ഭാരത്തിന് തുല്യമായിരിക്കും. അപ്പം ഇവിടെ പദാർത്ഥത്തിന്റെ ആറ്റോമിക ഭാരം എന്നത് തന്മാത്രയുടെ ഭാരം എന്നത് 108 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പദാർത്ഥത്തിന്റെ 6.022 into 1023 ആറ്റങ്ങളുടെ ഭാരം കൃത്യം 108 ഗ്രാം ആയിരിക്കും. ഇപ്പം ഇത് സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഒരു ഡസൺ മുട്ട എന്ന് പറഞ്ഞാൽ കടക്കാരൻ നമുക്ക് 12 മുട്ട തരും. പക്ഷെ പാത്രത്തിന്റെ വലുപ്പമോ മുട്ടയുടെ വലുപ്പമോ ഒന്നും അവിടെ നോക്കില്ല. ഡസൺ എന്നാൽ 12 എണ്ണം എന്നാണ് അർത്ഥം. ഇതുപോലെയാണ് കെമിസ്ട്രിയില് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു മോൾ എന്ന് പറയുന്നത്. ഒരു മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ = 6.022 into 1023 എന്നാണ്. ഇത്ര എണ്ണമാണ് വരുന്നത്. ആറ്റോമിക ഭാരം ഇവിടെ നമുക്ക് 108 തന്നിട്ടുണ്ട്. ഏതൊരു പദാർത്ഥത്തിന്റെയും ആറ്റോമിക ഭാരത്തിന്റെ കൂടെ ഗ്രാം എന്ന് ചേർത്താൽ അതിൽ കൃത്യം ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു പദാർത്ഥത്തിന്റെയും ആറ്റോമിക ഭാരത്തിന്റെ കൂടത്തില് ഗ്രാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യം ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു മോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.022 into
23 എന്നാണ്. അപ്പം 108 ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഗ്രാം ചേർത്തിട്ടുണ്ടെങ്കിലായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ 108 ഗ്രാം വരും. അതായത് ഈ പദാർത്ഥത്തിന്റെ ഭാരം 108 ഗ്രാം എടുത്താൽ അതിൽ കൃത്യം 6.022 ഇൻറ്റു 1023 തന്മാത്രകളുടെ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. ക്വസ്റ്റ്യൻ 45. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം ആചരിച്ചത് ഏത് വർഷം? ഓപ്ഷൻസ് 2017, 2018, 2019, 2020. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷം 2019 ആണ്. 2019. 150-ാം വാർഷികം. റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി മെൻഡലീവ് 1869 ആദ്യമായി മൂലകങ്ങളുടെ ആവർത്തന പട്ടിക തയ്യാറാക്കിയത്. പീരിയോഡിക് ടേബിള് ദിമിത്രി മെൻഡലീവ് 1869 തയ്യാറാക്കിയത്. ഇതിന്റെ 150-ാം വാർഷികം പ്രമാണിച്ച് യുണൈറ്റഡ് നേഷൻസ് യുനെസ്കോയും ചേർന്ന് 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ 150-ാം വാർഷികം പ്രമാണിച്ചാണ് യുണൈറ്റഡ് നേഷൻസും യുനെസ്കോയും ചേർന്ന് 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി പ്രഖ്യാപിച്ചത്. 2017 ഡിസംബറിലെ UN പൊതുസഭയിലാണ് 2019 ആവർത്തിക പട്ടിക വർഷമാക്കാൻ വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ചത്. 2017 ഡിസംബറിലെ UN പൊതുസഭയിലാണ് 2019 ഈ വർഷമായി ആചരിക്കാമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് മൂലകങ്ങൾ. ഉദാഹരണത്തിന് സ്വർണം, ഇരുമ്പ്, ഓക്സിജൻ, ഇതെല്ലാം. ഈ മൂലകങ്ങളുടെ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് കൃത്യമായ വരിയും നിരയുമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ചാർട്ടാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 1 വരുന്നത് ആൽക്കലി ലോഹങ്ങളാണ്, സോഡിയം, പൊട്ടാസ്യം ഒക്കെ പോലെയുള്ളവ. ഗ്രൂപ്പ് 17 വരുന്ന ഹാലജനുകളാണ്, ഫ്ലൂറിൻ, ക്ലോറിൻ അങ്ങനത്തെയൊക്കെ. ഗ്രൂപ്പ് 18 വരുന്ന ഉത്കൃഷ്ടവാതകങ്ങളാണ്, ഹീലിയം, നിയോൺ അങ്ങനെയുള്ളത്. ഇവ പൊതുവെ മറ്റു മൂലകങ്ങളായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ശാന്തരായ വാതകങ്ങളാണ്. ഹീലിയം, നിയോൺ ഒക്കെ മറ്റ് മൂലകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഇവ വരുന്നത് ഗ്രൂപ്പ് 18 അപ്പോൾ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് 2019 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, സ്വാതി തിരുനാൾ, EMS നമ്പൂതിരിപ്പാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ, ശ്രീനാരായണ ഗുരു. 1967 ഓഗസ്റ്റ് 21 ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണാർത്ഥമുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും മറ്റൊരു രാജ്യത്തിന്റെ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് 2009. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് 2006 RBI പുറത്തിറക്കിയ 5 രൂപ നാണയം. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് 2006 RBI പുറത്തിറക്കിയ 5 രൂപ നാണയത്തിൽ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കവി കുമാരനാശാനാണ്. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വർഷമായ 1973 ഇന്ത്യൻ തപാൽ വകുപ്പ് കുമാരനാശാന്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കവി കുമാരനാശാനാണ്. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വർഷമായ 1973 ഇന്ത്യൻ തപാൽ വകുപ്പ് കുമാരനാശാന്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി സ്വാതി തിരുനാള്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. കർണാടക സംഗീത ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1955 അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങി. കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ പേരിൽ പുറത്തിറങ്ങിയ ആദ്യ സ്റ്റാമ്പുകളിൽ ഒന്നാണിത്. ഇപ്പൊ സ്വാതി തിരുനാള് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാള്. കർണാടക സംഗീത ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1985
1955 ഇദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. ഇനി EMS നമ്പൂതിരിപ്പാട് 2000 ഇദ്ദേഹത്തിന്റെ മരണശേഷം 2000-ലാണ് EMSന്റെ സ്മരണാർത്ഥമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. കേരളത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തെ ആദരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ആലോചിച്ചിരിക്കേണ്ട 2-3 പോയിന്റ് കൂടി നോക്കാം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൺസാമ്മ 1986. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൺസാമ്മ 1986. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിതയാണ് രാജവംശത്തിൽപ്പെട്ട റാണി ലക്ഷ്മിബായ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത റാണി ലക്ഷ്മിബായ്. ഓർത്തിരിക്കുക. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു, ആദ്യ മലയാള കവി കുമാരനാശാന്, ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാള്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ PV സത്യൻ, IN വിജയൻ, ജോപോൾ അഞ്ചേരി ഇവരാരുമല്ല. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് IN വിജയനാണ്, ഓപ്ഷൻ ബി. കറുത്ത മുത്ത് എന്ന് അറിയപ്പെടുന്ന മലയാളി ഫുട്ബോളറാണ് IM വിജയൻ. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ ഇദ്ദേഹത്തിന്റെ അസാധാരണമായ കളിശൈലിയും കഴിവിനെയും മുൻനിർത്തിയാണ് ആരാധകരും കായിക ലോകവും ഇദ്ദേഹത്തെ കറുത്ത മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാള ഫുട്ബോളറിൽ ഒരാളാണ് IM വിജയൻ. 1993. അർജുന അവാർഡ് 1993. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 3 തവണ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത ആദ്യ കളിക്കാരൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 3 തവണ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത ആദ്യ കളിക്കാരൻ 1993, 97, 99. അതുപോലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും വേഗത്തിൽ ഗോൾ നേടിയ ചരിത്രം ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12-ാം സെക്കൻഡിൽ നേടിയ ഗോൾ. നിലവിൽ ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. PV സത്യൻ ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ മുൻ നായകനും ഇതിഹാസ പ്രതിരോധ ഭടനുമായിരുന്നു, ഡിഫൻഡർ ആയിരുന്നു PV സത്യൻ. 1993 സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരളത്തിന്റെ ടീമിന്റെ നായകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ജയസൂര്യ നായകനായി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ളത്. ജോപോൾ അഞ്ചേരി ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച വേഴ്സറ്റൈൽ കളിക്കാരനായിരുന്നു. 1994, 2001 വർഷങ്ങളിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. IM വിജയനുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളറാണ് IM വിജയൻ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ. ഇന്ദ്രൻസ്, പ്രേംജി, മുരളി, സലിംകുമാർ. ആദാമിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സലിംകുമാർ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ സലിംകുമാറാണ്. 2010 58ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലാണ് അദ്ദേഹത്തിന് ഈ നേട്ടം ലഭിച്ചത്. മുരളി, നെയ്ത്തുകാരൻ 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുരളിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. മുരളി, നെയ്ത്തുകാരൻ 2001. ഇനി പ്രേംജി, പിറവി എന്ന ചിത്രത്തിലെ അച്ഛൻ കഥാപാത്രത്തിലൂടെയാണ് പ്രേംജി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. 1988. പ്രേംജി, പിറവി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് 2024 പ്രഖ്യാപിച്ചത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടിയാണ് കാന്താര എന്ന മൂവിയിലൂടെ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? നെല്ല്, കയർ, ബാല്യകാലസഖി, ആടുജീവിതം. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് ആടുജീവിതം
എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ ബെന്യാമിൻ എഴുതിയ ഏറ്റവും ജനപ്രിയ നോവലുകളിൽ ഒന്നാണിത്. ഗൾഫിലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ നജീബ് എന്ന പ്രവാസിയുടെ അതിജീവനത്തിന്റെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ബ്ലസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായി ഈ നോവൽ സിനിമയായും പുറത്തിറങ്ങിയിരുന്നു. നെല്ല് പി വത്സല. നെല്ല് എഴുതിയിരിക്കുന്നത് പി വത്സല. വയനാട്ടിലെ തിരുനെല്ലി പശ്ചാത്തലമാക്കി അവിടുത്തെ ആദിവാസികളുടെ ജീവിതം പറയുന്ന നോവലാണിത്. മാര, മല്ലൻ, കുറുമാട്ടി എന്നിവരാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. കുറുമാട്ടി നോവലിലെ മന്ത്രവാദിനിയായ സ്ത്രീ കഥാപാത്രമാണ്. യഥാർത്ഥ ജീവിതത്തിൽ തിരുനെല്ലിയിൽ ജീവിച്ചിരുന്ന കുറുമാട്ടി എന്ന സ്ത്രീയെ അടിസ്ഥാനമാക്കിയാണ് പി വത്സല ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. കയർ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കുട്ടനാടിന്റെ 250 വർഷത്തെ സാമൂഹിക ചരിത്രവും 4 തലമുറകളുടെ ജീവിതവും പറയുന്ന ഇതിഹാസ നോവലാണിത്. 1000-ഓളം പേജുകളുള്ള ഈ വലിയ കൃതിയിൽ പ്രത്യേകിച്ചൊരു നായകനോ നായികയോ ഇല്ല. പകരം 100-ലധികം കഥാപാത്രങ്ങൾ വന്നുപോകുന്നു. കോച്ചുപിള്ള, പപ്പുകുറുപ്പ്, ചെല്ലപ്പൻ, ഔസേപ്പ് എന്നിവരൊക്കെ കയറിലെ കഥാപാത്രങ്ങളാണ്. ബാല്യകാലസഖി വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ നോവലുകളിൽ ഒന്നാണിത്. ഇതിലെ കഥാപാത്രങ്ങൾ മജീദ്, സുഹറ, അതുപോലെ തന്നെ മജീദിലെ സുഹറയുടെ മാതാപിതാക്കൾ എന്നിവരാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. ഓപ്ഷൻസ്: സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, രോഹിത് ശർമ്മ, സൗരവ് ഗാംഗുലി. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കറക്റ്റ് ആൻസർ. സോറി, ഓപ്ഷൻ ബി MS ധോണിയാണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ MS ധോണിയാണ്. കൂടാതെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയും SBIയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ MS ധോണിയാണ്.